ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായി പോകുന്നില്ലേ? എന്തായാലും നോമ്പ് തുടങ്ങിയതേ അറിഞ്ഞുള്ളൂ അല്ലേ? അപ്പോൾ അതാ കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കാൻ രാവിലെ ഞാനത് പരത്തി വെച്ചതാണ് കേട്ടോ. രാവിലെ അല്ല, കുറച്ച് ടൈം, ഒരു 11:30 ഉള്ളിൽ കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാവിലെ ഒക്കെ പരത്തി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വൈകിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് ഒന്നുമല്ല, നമ്മൾ ഉമ്മയാണ് കേട്ടോ. ഇവിടെ കാക്കൂൻ്റെ ഉമ്മ ഇങ്ങോട്ട് നോമ്പ് തുറക്കലിന് വരുന്നുണ്ട്. അപ്പം ഉമ്മക്ക് പത്തിരി അധികം കഴിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നമ്മളെ വ്ളോഗിൽ ഇതുവരെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. പത്തിരി അധികം വാങ്ങാറാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം അധികം നെയ്ച്ചോറോ ബിരിയാണിയോ അല്ലെങ്കിൽ അപ്പം, പുട്ട്, ചപ്പാത്തി അങ്ങനെയൊക്കെ അധികം ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു പത്തിരി പാൻ ഉണ്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഈ നോമ്പാവുമ്പോൾ മാത്രം അങ്ങനെ പത്തിരി എന്തെങ്കിലും ചുടാണ്ടെങ്കിൽ മാത്രമേ കേട്ടോ അങ്ങനെ എടുക്കുള്ളൂ, അല്ലാതെ ഞാനത് എടുക്കാറില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ബീഫ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ചിക്കൻ കഴിക്കില്ല, ബീഫാട്ടോ കഴിക്കുക. അപ്പോൾ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ച് ബീഫും കൂടി ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്കൊന്നും ഇങ്ങനെ കറി വെക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു തക്കാളി ഇതൊന്നും ഇടാത്തതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പത്തിരി ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിനി കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് കുറച്ച് കട്ട്ലേറ്റിൻ്റെ മസാലയും സമൂസൻ്റെ മസാലയും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നെടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ പത്തിരിൻ്റെ പണി കഴിഞ്ഞിട്ടോ, ലാസ്റ്റാണ്. അപ്പോൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് മസാലയൊക്കെ ഒന്ന് തണുത്തുക്കണം കേട്ടോ. രാവിലെ റെഡിയാക്കി വെച്ചതല്ലേ, അതുകൊണ്ട് അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇനി അതിലേക്കുള്ള കോട്ടിങ്ങും കാര്യങ്ങളും ഓലയും ഒക്കെ എടുക്കാം കേട്ടോ. ഓലയല്ല, സമൂസ ഷീറ്റ് കേട്ടോ, സോറി. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ മസാലകൾ സെറ്റാക്കി വെക്കണമെങ്കിൽ ആ ടൈമിങ്ങിൽ എടുത്ത് നമുക്ക് ബേജാറില്ലാതെ ഒരു ഹർബറി പറയുമല്ലോ, തിരക്കിലും നമ്മൾ ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനതൊക്കെ വേഗം റെഡിയാക്കി രാവിലെ തന്നെ കുളി കഴിയുന്നതിൻ്റെ മുന്നേ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ ആദ്യം ഇട്ടതാണ്, പിന്നെ അത് തികയില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി കേട്ടോ. അപ്പോൾ കുറച്ച് സമൂസ റെഡിയാക്കിയെടുത്തു. പിന്നെ കുറച്ച് നമ്മളെ കട്ട്ലേറ്റ് കേട്ടോ. ഇനി കട്ട്ലേറ്റിൻ്റെ മസാല കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കട്ട്ലേറ്റിൻ്റെ മസാല ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഉണ്ടാക്കാമല്ലോ എന്ന് എഴുതിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സമൂസ ഇതുപോലെ ഈ ഒരു പാനിൽ തന്നെ ഞാൻ എപ്പോഴും പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 5 വെച്ച് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞെടുക്കും. അങ്ങനെ നമ്മളെ സ്നാക്സിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. അത് രണ്ടാമത്തെ മോനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനാണ് ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വേറെ പണികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അങ്ങനെ ഈ ജ്യൂസ് നമുക്ക് തണ്ണിമത്തൻ ജ്യൂസും പിന്നെ കുറച്ച് പൈനാപ്പിളിൻ്റെ ജ്യൂസുമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കുറച്ച് മഞ്ഞവത്തൊക്കെ ഉണ്ട്, ആപ്പിളും മുന്തിരിങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേഗം ജ്യൂസൊക്കെ നമ്മൾ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. തണ്ണിമത്തൻ ജ്യൂസിലേക്ക് ഞാൻ പാലും കസ്കസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുക്കാനും മറന്നുപോയി കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം മേശമ്മ കൊണ്ട് വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചായ കിട്ടണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ ഉമ്മാക്കും അങ്ങനെയാണ് കേട്ടോ. ഉമ്മാക്കും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ചായ വേണം. അപ്പോൾ എനിക്കും ഉമ്മാക്കുള്ള ചായ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ബീഫ് നെയ്യ് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും
സമൂസയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂസ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് ഞാൻ ലാസ്റ്റ് ഇതാ ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കഴിക്കാൻ പോയി കഴിച്ചിട്ടില്ല. കാരണം സമൂസയും കട്ട്ലേറ്റൊക്കെ കുറച്ച് കഴിച്ചു കേട്ടോ. ചായയും കുടിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും പോവാൻ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുള്ളൂ. എന്താ വെച്ചാൽ ഇരുട്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ട് കഴുകില്ല. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. തനിച്ച നമുക്ക് പുറത്ത് ഇരുട്ടല്ലേ, പുറത്ത് വെളിച്ചമുണ്ട്, എന്നാലും എനിക്കൊരു പേടിയാട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം ഞാൻ ഈ പാത്രങ്ങൾ കഴുകുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി കുറച്ച് ശേഷം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിപ്പറഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പോവാൻ റെഡി ആവുകയാണ്. അപ്പോൾ എന്തായാലും ഇനി പാത്രമൊക്കെ കഴുകി വെച്ച് നമുക്ക് അത്താഴത്തിനുള്ള ഫുഡും കൂടി റെഡിയാക്കാണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പ് തിക്കും തിരക്കൊക്കെ കഴിഞ്ഞു. നോമ്പ് തുറക്കൽ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടികൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്കൊക്കെ ചെയ്യുക മറക്കാതെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.